ഹായ് ഗൈസ്. ട്രംപ് രണ്ടാമത്തെ വട്ടം വന്നു കഴിഞ്ഞപ്പോൾ പല തീരുമാനങ്ങളാണ് സ്പീഡായി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തത് മുസ്ലിം ബാൻ 2.0, അതായത് ഇനി മുസ്ലിമുകൾ അമേരിക്കയിൽ വേണ്ട എന്നുള്ളൊരു ബാൻ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് പലസ്തീനിലുള്ള എല്ലാ മുസ്ലിംസും അതുപോലെ തന്നെ പലസ്തീൻ ജനതേനെ മൊത്തം ഈജിപ്തിലോട്ടും ജോർദനിലോട്ടും കിടത്തി അത് കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേലിലോട്ട് കൊടുക്കുന്ന ആ ഒരു പ്ലാനും കൂടിയാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള തീരുമാനങ്ങളെല്ലാം വന്നിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാത്രം മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. എന്താണ് ഈ മുസ്ലിം ബാൻ 2.0? അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല. മുസ്ലിം ബാൻ 1.0 ട്രംപിന്റെ ഒന്നാമത്തെ ഭരണ സമയത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് സമീറ അൻസാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ വെക്കേഷന് യൂറോപ്പിലോട്ട് തിരിച്ചു പോയിട്ട് തിരിച്ച് അമേരിക്കയിലോട്ട് പോകുമ്പോൾ ആ പെൺകുട്ടിക്ക് അമേരിക്കയിലോട്ട് പോകുന്ന ആ വിസ ക്യാൻസൽ ആവുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് പറയുന്നത്, എയർലൈൻസും വിസ പ്രോസസ്സിംഗ് ആൾക്കാരെല്ലാം പറയുന്നത്, ട്രംപ് പറഞ്ഞിരിക്കുന്നു, അതായത് 7 മുസ്ലിം രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് ഉള്ള അവരെല്ലാം തന്നെ ഇങ്ങോട്ട് വരണ്ട. അതായത് 7 രാജ്യങ്ങൾ അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ 7 രാജ്യങ്ങളിലുള്ള മുസ്ലിം ആരും അമേരിക്കയിൽ വരണ്ട. കാരണം അമേരിക്കയിലെ തീവ്രവാദി ആക്രമണങ്ങൾക്കെല്ലാം തന്നെ പിന്നിൽ ഇതേ മുസ്ലിംസും അതുപോലെ തന്നെ അമേരിക്കയിലെ ഓരോ, അതായത് ക്രിസ്ത്യൻസ് ആണ് കൂടുതലുമുള്ള, അവരെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഇവരെങ്ങനെയും മതം മാറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബാൻ ചെയ്തത്. അങ്ങനെ കുറെ നാള് അമേരിക്കൻ കോടതികളിലും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം 7 ദിവസത്തിന് ശേഷം വീണ്ടും ഈ സമീറ എന്ന് പറയുന്ന ഈ പെൺകുട്ടി തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ടെങ്കിലും ഈ ബാൻ എടുത്തു മാറ്റിയെന്ന് ചോദിച്ചാൽ എടുത്തു മാറ്റിയില്ല. 7 രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഇറാൻ, ഇറാഖ്, ലിബിയ, സിറിയ, യമൻ, അതുപോലെ തന്നെ സൊമാലിയ, സ്വീഡൻ, ഈ 7 രാജ്യങ്ങളും ഇതിനു പുറമെ വീണ്ടും 5 രാജ്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് മൊത്തം 12 രാജ്യങ്ങളിൽ നിന്ന് ഈ മുസ്ലിംസ് ഒന്നും തന്നെ അമേരിക്കയിൽ വരേണ്ട ആവശ്യമില്ല. അങ്ങനെയും വരികയാണെങ്കിൽ ഇവരുടെ വിസ പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ, ഇവർ ആരെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു പ്രശ്നം വരികയാണെങ്കിൽ അമേരിക്കനാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോ അല്ലെങ്കിൽ ഈ അതായത് സ്വന്തം രാജ്യത്തുള്ള പല സംഘടനകൾ ഉണ്ടാവുമല്ലോ, അവരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവർ അമേരിക്കയിൽ വരുന്നത് എന്താ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി തറവ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് 1.0 മുസ്ലിം ബാൻ 1.0 അദ്ദേഹം നടപ്പിലാക്കിയത്. അതിനുശേഷം പിന്നീട് ജോ ബൈഡൻ വന്നു കഴിഞ്ഞപ്പോൾ ജോ ബൈഡൻ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കുറെ റിലാക്സേഷൻ കൊണ്ടുവരികയാണ്. അതായത് മുസ്ലിംസിനെല്ലാം തന്നെ ഇവിടെ വന്ന് പഠിക്കാം, പക്ഷെ വിസ പ്രോസസ്സിംഗ് കുറച്ച് ശക്തമായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ റിലാക്സേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ട്രംപ് വന്നിരിക്കുന്നു. ട്രംപ് 2.0ലും ഇതേ ബാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം 2021 എങ്ങനെ ഉണ്ടായിരുന്നോ അതേ കാര്യം റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റീ എസ്റ്റാബ്ലിഷ് മാത്രമല്ല, ഏകദേശം 90 പീരീഡ് ഗ്രേസ് പീരീഡ് കൊടുത്തിരിക്കുകയാണ്. ഈ 90 ദിവസത്തിന് ഈ ഒരു 90 ദിവസം കൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ, അതായത് ഈ 12 രാജ്യത്തിൽ നിന്ന് ഒരാളെ പോലും ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട. വിസ പ്രോസസ്സിംഗ് അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നില്ലെങ്കിലും അത് ശക്തമായി പരിശോധിക്കണം. അതായത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവര് ഇങ്ങോട്ട് വരണ്ട. അതുപോലെ തന്നെ ഈ തീവ്രവാദി സംഘടനകളായ ഹിസ്ബുള്ളനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് 90 ദിവസം കൊടുക്കുകയാണ്. ഈ 90 ദിവസത്തിന് ഈ രാജ്യങ്ങളാരും വരണ്ട. അതിനുശേഷം മാത്രം, അതായത് കൃത്യമായ ഒരു റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രം ട്രംപ് ഈ കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതിനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോണില്ല. റീ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രംപ് 1.0 ഉണ്ടായിരുന്നോ അതേ രീതിയിൽ ഈ രാജ്യത്ത് നിന്നുള്ള മുസ്ലിംസിനൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വഴിയില്ല എന്നാണ് പറയുന്നത്. ഇതിനെ ട്രംപിനെ കുറിച്ച് അവിടെയുള്ള ആൾക്കാരെല്ലാം ചോദിക്കുമ്പോൾ പറയുന്നത്, അമേരിക്കയ്ക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തേ മതിയാവുള്ളൂ, കാരണം അമേരിക്കയുടെ സെക്യൂരിറ്റിയാണ് വലുത്. അമേരിക്കയിൽ ഇവരെല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അമേരിക്കൻ ഫ്ലാഗ് കത്തിക്കുന്നത്, അതുപോലെ തന്നെ അമേരിക്കയിൽ തീവ്രവാദം ഉയർത്തുന്നത്, അതുപോലെ തന്നെ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ ഇവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, മറ്റൊരു ഇൻഫർമേഷൻ കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേൽ ആൾക്കാർ തന്നെ അവിടെയുള്ള പ്രോ ഹമാസ് ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം തന്നെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തതായിട്ട് റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്ലാഷും ട്രംപ് ഓൾറെഡി പറഞ്ഞു, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇനി ഒരാളെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവരെ അപ്പോൾ തന്നെ ഡീപ്പോർട്ട് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ന്യൂസ്. ഇനി രണ്ടാമത്തെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, അതായത് പാലസ്തീൻ കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആക്കിക്കൊണ്ട്
അതായത് അത് മൊത്തം ഇസ്രായേലിന്റെ അടുത്ത് കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ട്രംപ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, US President Donald Trump floated a plan to just clean out Gaza and said that he wants Egypt and Jordan, the neighboring nations, to take Palestinians from the territory in a bid to create peace in West Asia. ട്രംപ് പറഞ്ഞ കാര്യമാണ്. അതായത് ഗസ എന്ന് പറയുന്ന ഈ നഗരം മൊത്തം ഇനി ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. 90% വീടുകളും തകർന്നടിഞ്ഞ സ്ഥിതിയിൽ, അതായത് അവിടെയൊന്നും ഇനി ജീവിക്കാൻ പറ്റില്ല. അതായത് ഈ ബങ്കറുകളെല്ലാം തന്നെ ഇവിടെ ഉള്ളതുകൊണ്ടും അവിടെ ഫുള്ളായിട്ടും ബോംബിട്ട് ഇസ്രായേൽ തകർത്തുകൊണ്ടും അവിടെ ഇനി ആൾക്കാർക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ അത്രമാത്രം കൂടുതൽ ചെലവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ലക്ഷക്കണക്കിനുള്ള പലസ്തീൻ ആൾക്കാരെ എത്ര ലക്ഷം വെച്ച് വേണമെങ്കിലും ജോർദനും ഈജിപ്തും അങ്ങോട്ട് അവരുടെ രാജ്യങ്ങളിലോട്ട് എടുത്തോ. അതിനുശേഷം ഈ പലസ്തീൻ വൈപ്പ് ഔട്ട് ചെയ്യാൻ പോവുക എന്നുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ജോർദൻ രാജകുടുംബവുമായിട്ട് ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിന് രണ്ട് രാജ്യങ്ങളും, അതായത് ജോർദൻ ഇച്ചിനും കൂടെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് 2 സ്റ്റേറ്റ് പോളിസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ പ്രഷറൈസ് ചെയ്ത് ഇതിനെ എങ്ങനെയും കൊണ്ടുവരാൻ ശ്രമിക്കും. അത് മാത്രമല്ല ജോർദൻ അതായത് രാജകുടുംബവുമായിട്ട് ഡയറക്റ്റ് ട്രംപ് സംസാരിക്കാൻ പോകുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന് ഇതൊരു നല്ലൊരു അനുകൂലമായ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ പലസ്തീൻ എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു സംഭവം ഇപ്പോൾ 2 രാജ്യത്തോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ഈ രാജ്യം മൊത്തം ഇസ്രായേലിലോട്ട് വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ട്രംപും പ്ലാൻ ചെയ്യുന്നത്. അതായത് ട്രംപ് പറയുന്ന കാര്യം, വൺസ് ഇത് പോയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് തിരിച്ചു വരുന്ന പ്ലാനിനെ കുറിച്ച് ട്രംപിന്റെ ആ ഒരു പ്ലാനിലും ഇതുവരെയും ഇല്ല. ആദ്യം ഇന്തോനേഷ്യയിലോട്ട് ഇവരെ പറഞ്ഞയക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ആ പ്ലാൻ കൈവിട്ടതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് പലസ്തീനിലെ ആൾക്കാരെല്ലാം തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ആവോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലും അതായത് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഇസ്രായേൽ ഇതിലോട്ട് വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡി ആവില്ല എന്നുള്ളത് ഒരു തീർച്ചയായിട്ടും ഉള്ള കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ കാര്യത്തിൽ കൂടുതൽ ഡിപ്ലോമാറ്റിക് പ്രഷർ കൊണ്ടുവന്ന് സമ്മതിപ്പിക്കാനും റെഡിയാവാൻ ട്രംപ് ഏതറ്റം വരെ പോകും എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.